ഹായ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് മാർച്ച് 30 തിങ്കളാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത്. ബഹുമാന്യനായ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രിയങ്കരനായ ചന്ദ്രികയുടെ പ്രിയപ്പെട്ട ലേഖകൻ പ്രിയങ്കരനായ കമാൽ വരദൂരുമായി നടത്തിയിട്ടുള്ള ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. തലക്കെട്ട് CJP യാഥാർത്ഥ്യമാണ് എന്ന തലക്കെട്ടിൽ ആണ് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും കമാൽ വരദൂരും നടത്തിയിട്ടുള്ള ആ ഒരു അഭിമുഖം. നമുക്കതൊന്ന് കേട്ടു നോക്കാം. BJPയും CPMും തമ്മിൽ അന്തർധാരയുണ്ട്. CJP മുന്നണി എന്ന് വിളിക്കുന്നത് ഇരുവരുടെയും രാഷ്ട്രീയം അറിയുന്നത് കൊണ്ടാണ്. UDFനെ അധികാരത്തിൽ നിന്നും അകറ്റുക എന്നതാണ് ഇവരുടെ പ്ലാൻ. പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ നോക്കുക. BJPക്കായി ദുർബലനായ സ്ഥാനാർത്ഥിയെയാണ് CPM അവിടെ നിയോഗിച്ചിരിക്കുന്നത്. പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് CPMന് പാർട്ടി സ്ഥാനാർത്ഥിയെ ലഭിക്കാഞ്ഞിട്ടാണോ ഇത്തരത്തിൽ പരീക്ഷണം നടത്തുന്നത്? തിരഞ്ഞെടുപ്പ് ബഹളങ്ങൾ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാപ്പാക്ക് പുതുമയുള്ളതല്ല. എത്ര കാലമായി അദ്ദേഹം കേരളത്തിൻ്റെ രാഷ്ട്രീയ സഭയിൽ തിളങ്ങി നിൽക്കുന്നു. UDF രാഷ്ട്രീയത്തിൻ്റെ അമരക്കാരനായി അദ്ദേഹം നയിച്ച തിരഞ്ഞെടുപ്പുകൾ അസംഖ്യം. എല്ലായിടത്തും അദ്ദേഹം എത്തും. എല്ലാവർക്കും അദ്ദേഹത്തെ വേണം. ബഹളങ്ങളെ സമചിത്തതയോടെ നേരിടുന്ന കേരള രാഷ്ട്രീയത്തിലെ പോസിറ്റീവ് വൈബാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും ഓടി നടന്ന് ഇടത് സർക്കാരിൻ്റെ 10 വർഷക്കാലത്തെ ദുർഭരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാർത്താമാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെ ഗൗരവകരം സമീപിക്കുന്നു. ചന്ദ്രികയുമായി ഏത് തിരക്കിലും അദ്ദേഹം സംസാരിക്കും. CPM BJP ഡീൽ പലയിടത്തും പരസ്യമാണ്. CJP എന്ന പ്രയോഗത്തെ സാധൂകരിക്കുന്നതല്ലേ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? UDFൽ വർഗീയത ആരോപിക്കുന്നവർ ഇപ്പോൾ ആരെല്ലാമായാണ് കൂടെ നിർത്തിയിരിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അനുദിനം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അതല്ലേ. BJPയും CPMും തമ്മിൽ അന്തർധാരയുണ്ട്. CJP മുന്നണി എന്ന് വിളിക്കുന്നത് ഇരുവരുടെയും രാഷ്ട്രീയം അറിയുന്നത് കൊണ്ടാണ്. UDFനെ അധികാരത്തിൽ നിന്നും അകറ്റുക എന്നതാണ് ഇവരുടെ പ്ലാൻ. പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ നോക്കുക. BJPക്കായി ദുർബലനായ സ്ഥാനാർത്ഥിയെയാണ് CPM അവിടെ നിയോഗിച്ചിരിക്കുന്നത്. പാലക്കാട് പോലെ ഒരു സ്ഥലത്ത് CPMന് പാർട്ടി സ്ഥാനാർത്ഥിയെ ലഭിക്കാഞ്ഞിട്ടാണോ ഇത്തരത്തിൽ പരീക്ഷണം നടത്തുന്നത്? രമേശ് പിഷാരടി പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർ കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നവരുമാണ്. PDP പിന്തുണയും SDPI പിന്തുണയും എല്ലാം CPMന് ഇപ്പോൾ പ്രശ്നമല്ല. അവർക്കൊപ്പം നിന്നാൽ എല്ലാവരും മതേതരർ, അവരെ എതിർത്താൽ വർഗീയ കക്ഷികൾ. അടുത്ത ചോദ്യം, കഴിഞ്ഞ 10 വർഷം ഇടത് സർക്കാരിന് വികസന നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തത് കൊണ്ടല്ലേ CPM നേതാക്കൾ തന്നെ സ്വന്തം പാർട്ടിയിൽ നിന്നും UDF ക്യാമ്പിലെ എത്തിയവരെ മോശം പദങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നത്? അതിൻ്റെ ഉത്തരം, എത്ര പേരാണ് CPMൽ നിന്നും രാജിവെക്കുന്നത്? സുധാകരൻ മുതലുള്ള ശരിയായ കമ്മ്യൂണിസ്റ്റുകൾ പയ്യന്നൂരും തളിപ്പറമ്പുമെല്ലാം സ്വന്തം കോട്ടകളാണെന്ന് CPM പറയുന്നത്. അവിടെയും പാർട്ടിയിൽ കാര്യമായ വിള്ളലുകൾ വീണില്ലേ? പാർട്ടി നടത്തിയ കൊള്ളരുതായ്മകളാണ് അവരെല്ലാം വിളിച്ചു പറയുന്നത്. അമ്പലപ്പുഴയിൽ നിന്നും നിരവധി തവണ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചു ജയിച്ച നേതാവല്ലേ സുധാകരൻ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിൽ നിന്നും അഡ്വക്കേറ്റ് R കൃഷ്ണകുമാർ CPM വിട്ട് മുസ്ലിം ലീഗിലെത്തി. CPMൽ കൃഷ്ണകുമാർ വഹിച്ച സ്ഥാനങ്ങൾ നോക്കുക. അവർക്കെല്ലാം നിലവിലെ പാർട്ടി രീതികളോട് ഏകാധിപത്യ പ്രവണതകളോടും താല്പര്യമില്ലാത്തവരാണ്. അടുത്തത്, കേരളം കണ്ട ഏറ്റവും മികച്ച വ്യവസായ മന്ത്രിയാണ് താങ്കൾ. താങ്കൾ തുടക്കമിട്ട വ്യാവസായിക വിപ്ലവം
കഴിഞ്ഞ 10 വർഷം നിശ്ചലമായിരുന്നില്ലേ? എല്ലാ ഉത്തരം UDF ഭരണകാലം എന്നതാണ്. UDF ഭരണകാലം എന്നത് വികസന വഴികളായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിനെ മാത്രം ഉദാഹരിച്ചാൽ മതി. കേരളത്തിൽ വ്യാവസായിക സാങ്കേതിക വിപ്ലവം നടന്ന കാലമാണത്. നാട്ടിലുടനീളം വ്യവസായങ്ങളെത്തി, വിദേശ നിക്ഷേപങ്ങളെത്തി. നിങ്ങൾ നാട്ടിലേക്ക് നോക്കിയാൽ തന്നെ ആ കാലത്തിൻ്റെ അടയാളങ്ങൾ കാണാം. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ നമ്മുടെ യുവജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു പദ്ധതിയും വന്നില്ല. അടുത്ത ചോദ്യം, UDF വർദ്ധിത ആത്മവിശ്വാസത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കില്ലേ? ചോദ്യം, UDF വർദ്ധിത ആത്മവിശ്വാസത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കില്ലേ? അതിൻ്റെ ഉത്തരം തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അതേ സാഹചര്യമാണ് നിലവിൽ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആരും മറക്കില്ല. സ്വർണം കട്ടത് സഖാക്കൾ തന്നെയാണ്. ക്രിസ്റ്റൽ ക്ലിയറാണ് കാര്യങ്ങൾ. ശബരിമലയിലെ കൊടിമരത്തിൻ്റെ പേരിൽ UDFനെ കുരുക്കാൻ സർക്കാർ ശ്രമിച്ചു. എന്നാൽ ഹൈക്കോടതി എന്താണ് പറഞ്ഞത്? കൊടിമരത്തിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവുമില്ലെന്നാണ്. വിജിലൻസ് ആ കേസ് ക്ലോസ് ചെയ്തു. കോടതി അത് തീർപ്പാക്കി. ഇത്രയും വലിയ നാണക്കേട് സർക്കാർ ചോദിച്ചു വാങ്ങിയതാണ്. അടുത്ത ചോദ്യം, വയനാട് പുനരധിവാസ പദ്ധതി ഉൾപ്പെടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ മനസ്സുകളിൽ ഇടം നേടിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പാർട്ടിയുടെ ശക്തി ആവർത്തിച്ച് തെളിയിക്കുന്നതായിരിക്കില്ലേ തിരഞ്ഞെടുപ്പ്? അതിൻ്റെ ഉത്തരം, വയനാട് പുനരധിവാസ പദ്ധതിയെ ലോകം ശ്ലാഘിക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ തുക സമാഹരിച്ച് 100-ലധികം പേർക്ക് ഭവനങ്ങൾ ഒരുക്കിയത്. അതിൻ്റെ ആദ്യഘട്ടമാണ് പൂർത്തിയായത്. ആ വീടുകൾ നിങ്ങളെല്ലാം കണ്ടതല്ലേ? സർക്കാർ ടൗൺഷിപ്പിനെ കുറ്റം പറയുന്നില്ല, പക്ഷേ അവിടെയും ഉദ്ഘാടനം കഴിഞ്ഞതല്ലേ? നിങ്ങളൊന്ന് പോയി നോക്കൂ എന്താണ് അവസ്ഥയെന്ന്. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലുമെല്ലാം മുസ്ലിം ലീഗ് ശക്തമാണ്. അവിടുത്തെ സാധ്യതകൾ? എന്നുള്ള ഉത്തരം, തമിഴ്നാട്ടിൽ DMK മുന്നണി ശക്തമായി അധികാരം നിലനിർത്തും. മുസ്ലിം ലീഗ് മുന്നണിയിലെ ഘടകകക്ഷിയാണ്. 2 സീറ്റിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ഖാദർ മൊയ്തീനാണ് അവിടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. 2ഇടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാപനാശത്തും വാണിയമ്പാടിയിലും വലിയ ഭൂരിപക്ഷത്തിൽ പാർട്ടി ജയിക്കും. പോണ്ടിച്ചേരിയിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം പാർട്ടി ശക്തമാണ്. ബഹുമാന്യനായ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ചന്ദ്രികയുടെ എല്ലാമായ കമാൽ വരദൂരും നടത്തിയ അഭിമുഖമാണ്. കൃത്യമായി തന്നെ ഈ അഭിമുഖത്തിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ വാക്കുകളാണ് ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. നമുക്കറിയാം, ഈ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് എന്നാൽ എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. ഒരു പരിപാടിയിൽ വന്ന് 10-15 മിനിറ്റിലധികം ഒരു കാരണവശാലും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പ്രസംഗം നീളാറില്ല. വളരെ കുറഞ്ഞ വാക്കുകൾ അളന്ന് തൂക്കി കൃത്യമായി കുറഞ്ഞ വാക്കുകൾ കൊണ്ട് അക്കമിട്ട് നിരത്തി കാര്യങ്ങൾ കൃത്യമായി മധ്യത്തിൽ തുറന്നു കാട്ടി വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ആളുകളെ കയ്യിലെടുത്ത് കൃത്യമായി ബോധിപ്പിക്കുന്ന ഒരു പ്രാസംഗികനും, അതോടൊപ്പം തന്നെ തൻ്റെ വാക്കുകൾ കൊണ്ട് വാർത്താ ചാനലുകൾക്ക് മറ്റൊന്നും ലഭിക്കാതെ കൃത്യമായി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി സരസമായ രീതിയിലും മറ്റുമൊക്കെ മറുപടി പറഞ്ഞ് കൃത്യമായി എവിടെയും ഒന്നും പറ്റാത്ത രൂപത്തിൽ കൃത്യമായി അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കേരളത്തിലെ ക്രൗഡ് പുള്ളറാണ് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഈ UDFൻ്റെ തിരഞ്ഞെടുപ്പുകൾ ചുക്കാൻ പിടിക്കുന്നവരിൽ ഏറ്റവും പ്രിയങ്കരനായ നേതാവാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബും. കൃത്യമായും തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം വരുമ്പോൾ UDFന് തികഞ്ഞ മേൽക്കൈ ഉണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 100-ലധികം സീറ്റോടുകൂടി UDF വൻ തിരിച്ചുവരവ് നടത്തി ഈ കേരളത്തിൻ്റെ മണ്ണിൽ വൻ മുന്നേറ്റം നടത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രിയപ്പെട്ട വോട്ടർമാർ എല്ലാവരും UDFനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ വോട്ടുകൾ വിനിയോഗിക്കണമെന്ന് കൂടി സമയത്തോടെത്തിക്കൊണ്ട് ഈ ഒരു അഭിമുഖം പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും കമാൽ വരദൂരിൻ്റെയും അഭിമുഖം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്.
ഇന്നത്തെ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അക്കമിട്ട് നിരത്തി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഇതുപോലുള്ള ഒരു വാർത്തയുമായി കൃത്യമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് UDF.